ഹലോ ഗായ്സ്, നമുക്കിന്നൊരു നേഴ്സസ് ഡേ സെലിബ്രേഷന് പോയാലോ? ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 4:30 ഞങ്ങളുടെ ഐലൻഡിൽ നിന്ന് ഞങ്ങളൊരു പ്രൈവറ്റ് ബോട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഐലൻഡിൻ്റെ ജെട്ടി സൈഡിലുള്ള വ്യൂസ്. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്തൊരു ബോട്ടിൻ്റെ സൈഡിലോട്ടാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ വ്യൂ ആണ് കാണുന്നത്. പിന്നെ അത് കാണുന്നത് ഒരു ടീ ഷോപ്പാണ്. പിന്നെ ഞങ്ങളുടെ ബോട്ട് കിടക്കുന്നത് കണ്ടോ, അവർക്ക് വെള്ള കളറിലെ ബോട്ട്. മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബോട്ടെത്തി ഞങ്ങൾ ബോട്ടിനുള്ളിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ വൈറ്റ് ആൻഡ് മെറൂൺ തീമായിരുന്നു ഞങ്ങളുടെ ഡ്രസ് കോഡൊക്കെ. അപ്പോൾ നേഴ്സസ് ഡേ സെലിബ്രേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ എയർഡ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. ഒരു 1.5 hour ജേർണി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഐലൻഡിൽ നിന്ന് ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കൊളീഗ്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അവരാണ്, വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇത് അയോഡ റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ലോഞ്ചാണ്, പ്രൈവറ്റ് ബോട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് പ്ലസ് നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോൾ അയോഡ റിസോർട്ടിലെത്തി. ചെന്നിറങ്ങിയ വ്യൂ ആണിത്. കുറേ പ്രൈവറ്റ് ബോട്ടുകൾ, അവരുടെ തന്നെ റിസോർട്ടിന് തന്നെ പ്രൈവറ്റ് ബോട്ടുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്ന ബോട്ട് എവിടെയാണ് ഇറങ്ങുന്നത് അവിടെയാണ് നമ്മൾ വന്നെത്തിയേക്കുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് അവർ നമ്മളെ വെൽക്കം ചെയ്തതാണ് ഈ കാണുന്നത്. മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു 12 നേഴ്സുമാരും ഞങ്ങളുടെ ഓഫീസിലൊരു സ്റ്റാഫും പിന്നെ ഒരു സപ്പോർട്ട് സ്റ്റാഫും പിന്നെ ഞങ്ങളുടെ ഡോക്ടറും, ഞങ്ങളിവിടെ എല്ലാവരും കൂടെയാണ് പോകുന്നത് നേഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ വേ കൂടെ നടന്ന് നമ്മൾ റിസോർട്ടിലെത്തുന്നു. റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിടയിൽ കൂടെ ഷാർക്ക് വരുന്നുണ്ട്, തെരണ്ടി മീനൊക്കെ ഇതിൻ്റെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുക്കുന്നു. കണ്ടില്ലേ, പച്ചക്കടലും നീല ആകാശവും എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാം ഇവിടെ കാണാൻ. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ കുറേ ഫോറിനേഴ്സിൻ്റെ പാർട്ടിയാണ് കണ്ടത്. അവിടെ വരുന്ന ഫോറിനേഴ്സാണ് കേട്ടോ. പ്ലസ് മ്യൂസിക് ഉണ്ട്. പിന്നെ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ തന്നെ ഓരോ ഗെയിംസാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം മ്യൂസിക് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻ്റർ ചെയ്തത് ഓരോ കൗണ്ടറിൽ ഓരോ ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗെയിംസിലാണ് ഞങ്ങൾ ഇൻവോൾവ് ആകുന്നത്. ഇതിപ്പോൾ ഞങ്ങളിപ്പം ഒരു വാട്ടറിനുള്ളിൽ കുറേ ഡക്സ് വെച്ചേക്കുന്നത് ചൂണ്ടയിടുകയാണ്. എന്നിട്ട് ചൂണ്ടയിടുമ്പോൾ എത്ര എണ്ണത്തിന് പിടിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് കാർഡ് കിട്ടും. അതാണ് എൻ്റെ ഒരു ഗെയിം വിന്നിങ് എന്ന് പറയുന്നത്. ഈ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത ഗെയിമാണ് ഈ ഒരു ചുറ്റിയ കൊണ്ട് അടിച്ചിട്ട് ആ സംഭവം ഇങ്ങനെ പൊങ്ങിപ്പോയിട്ട് ഇപ്പോൾ ഒരു 100 or 60 എബോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50 എബോ ആണെങ്കിൽ നമുക്കതിൻ്റെ പ്രൈസ് ഒരു ടാഗ് കിട്ടും. ആ ടാഗ് കൊണ്ടുപോയി നമ്മൾ അവിടെ കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഗിഫ്റ്റ് കിട്ടും. ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഐസ്ക്രീം, വാട്ടവർ, നമുക്ക് അവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് വേണം. ഇത് ഇനി എറിയുന്നൊരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ എറിഞ്ഞിട്ട് നമ്മൾ എത്ര ബോൾസ് നമ്മൾ ആ ഓട്ടയ്ക്കുള്ളിൽ കൂടെ കളയുന്നു അതിനനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റേത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിതൊരു അരികുന്നാൾ മുന്നെടുത്താണ് ഒരു വീഡിയോ ആണ്. പിന്നെ ഇതൊരു ബോട്ടാണ്. ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഒരു സ്ട്രോ വെച്ച് ഊതി ആരാണ് ഫസ്റ്റ് കൊണ്ടുപോകുന്നത് അവർക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത്. ഇപ്പം ഞാനും എൻ്റെ ഡോക്ടറുടെയാണ് ഇപ്പം ആ ഗെയിം കളിക്കുക. ഡോക്ടർ വിന്നായി, ഞാൻ ഫെയിലായി. അങ്ങനെ വിന്നാകുന്ന ആർക്കാണോ അവർക്ക് നമുക്ക് ഇത് കണ്ടു. വിന്നായി കഴിഞ്ഞപ്പോൾ ഞാനൊരു കൗണ്ടറിൽ അതിൻ്റെ കാർഡ് കൊണ്ട് കൊടുത്തപ്പോൾ എനിക്കൊരു ജ്യൂസ് കിട്ടി, പിന്നെ ഐസ്ക്രീം കിട്ടി. അങ്ങനെ ഓരോ സ്റ്റോളിലും ഓരോരോ ഗെയിംസ് അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഇത് കണ്ടു, ഇതൊക്കെയാണ് സ്റ്റോൾസ് ഗെയിംസൊക്കെ എന്ന് പറയുന്നത്. വളരെ രസമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈവനിങ് ആയി. ഏകദേശം ഒരു 6-6:30 കഴിഞ്ഞ് 5:30-6 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗെയിംസൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇനിയിപ്പം ഓരോരോ സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാണ്. ഐലൻഡിൽ തന്നെ നല്ല ഭംഗിയുള്ള റിസോർട്ടുകളാണ്. ഇപ്പം റിസോർട്ടിൻ്റെ
റിസോർട്ടിൻ്റെ ഭംഗി ഫുൾ ആസ്വദിച്ചു. അതിനിടയ്ക്ക് ഒരു പോപ്കോണൊക്കെ തിന്ന് ഞങ്ങൾ റിസോർട്ടിനുള്ളിൽ ഒരു ഡിന്നർ നൈറ്റിനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അതെന്ന് പറയുന്നത്, അപ്പോൾ ഗെയിം വിന്ന് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു പോപ്കോൺ കിട്ടി. ഞാനത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ വഴി നീളി ആ പോപ്കോൺ തിന്നുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഞങ്ങൾ ആ ഡിന്നർ കഴിക്കാനായിട്ട് കയറുന്ന എൻട്രി ഭാഗത്തോട്ടുള്ള ഒരു മനോഹരമായ വ്യൂ ആണ്. അത് കണ്ടില്ലേ, കടൽ, നല്ല വെള്ള പഞ്ചസാര പോലത്തെ മണൽ. പിന്നെ ഞങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന കൗണ്ടറിലെത്തി. ഇതിപ്പോൾ ബൊഫയാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എൻട്രി ചെയ്ത് ഞങ്ങൾ സീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ബൊഫെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഓരോ വെറൈറ്റി, ഓരോ കോണ്ടിനെൻ്റൽ ഫുഡാണ്. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഫുഡ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ എടുത്ത് കഴിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഡൈനിങ്ങിൽ എല്ലാവരും കൂടെ ഇരുന്നതാണ്. അപ്പോൾ ഞാനിരുന്നത് ഞങ്ങൾ ഒരു ഡോക്ടറിൻ്റെ ഓപ്പോസിറ്റായിരുന്നു. പിന്നെ എൻ്റെ കൊളീഗ്സാണെങ്കിൽ കൂടെ ഇരിക്കുന്നതല്ല. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ പ്ലേറ്റൊക്കെ നിർത്തി ഞങ്ങൾ ഫുഡിൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഫുഡ് എടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അതിന് മുന്നേ ഞാൻ ചുമ്മാ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറാണ്. കുറച്ച് ലൈറ്റ്സും എൻ്റെ മോന് പറയാനേ പറ്റില്ല, നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത് ഭയങ്കര ടയേർഡായിട്ട് തോന്നിയുണ്ട്. പിന്നെ ഫുഡിൻ്റെ ഒരു ഹറിബറി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞതാണ്. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞപ്പം ഒത്തിരി ലേറ്റായി. അപ്പോൾ ഏകദേശം ഒരു 8:30, 9 ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയിലുള്ള വ്യൂസാണിത്. കുറേ ലൈറ്റ്സ്, കുറേ ചെടികൾക്കിടയിലുള്ള ലൈറ്റ്സും പിന്നെ ആ ഭംഗിയെല്ലാം കൂടെ കണ്ട് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടയേർഡായിട്ട് ഒരു 1.5 hour ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു റൂം തന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. റൂമിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരു സ്വിമ്മിംഗ് പൂള്, ഒരു വലിയൊരു ബെഡ്റൂം, അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഉണ്ട് ഉള്ളിൽ. അങ്ങനെ റൂമിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത്. കണ്ടോ സ്വിമ്മിംഗ് പൂള് കണ്ടോ? ഇതൊരു ഒരു ചില്ല് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളാണ് ഇത്. ടോയ്ലറ്റിൻ്റെ ഉള്ളിലെ വ്യൂസാണ്. ഇതിപ്പം ബാത്ത് ടബ് ഉണ്ട്, പിന്നെ വാഷിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ റിസോർട്ടിനുള്ളിൽ ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പൂളിൻ്റെ വീഡിയോ എടുക്കണമെന്നോ പോയായിരുന്നു, പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഇത് അവിടുത്തെ ഒരു വണ്ടിയാണ്. നമുക്കിപ്പോൾ ക്യാരി ചെയ്യുന്നത് ലഗേജ് അങ്ങനെയൊക്കെ ക്യാരി ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പോൾ റിട്ടേൺ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ളൊരു ഫെസിലിറ്റിയാണ് അവർ. ഞങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി പിടിച്ച് പോകാമായിരുന്നു, പക്ഷെ കുറച്ച് പേര് വണ്ടിയിൽ പോയി, ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആകെ ടയർഡായി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആകെ ടയർഡായി. അങ്ങനെ എങ്ങനെയൊക്കെയോ നടന്ന് ഞങ്ങൾ ആ ബോട്ട് ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. അപ്പോൾ അന്നേരം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പം നമ്മൾ ആ ഗെയിം ഏരിയ കഴിഞ്ഞ് വന്ന എൻട്രി സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ എന്നാ ഭംഗിയല്ലേ. എല്ലാ സ്ഥലത്തും ലൈറ്റ്സും, പിന്നെ ഇവിടെ എല്ലാവരും ലൈറ്റ്സ് വെക്കാം, അവിടെ എല്ലാം ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. എന്തൊരു ഭംഗിയല്ലേ ഇവിടെ കാണാനായിട്ട്. എന്തായാലും ഇങ്ങനൊരു ഡിന്നർ നൈറ്റും ഇങ്ങനൊരു റിസോർട്ടിൽ സ്വപ്നം കാണാത്ത രീതിയിലൊരു റിസോർട്ട് പാർട്ടിയും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന് ഞങ്ങളുടെ മാനേജ്മെൻറ്റാണ്. നേഴ്സസ് ഡേയുടെ ഒരു മാനേജ്മെൻറ്റിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ഈ ഒരു മെമ്മറീസ് നമ്മൾ എത്ര എവിടെ പോയാലും നമ്മൾക്ക് ഈ ഒരു മെമ്മറി നമുക്ക് കാഴ്ചവെച്ചാന്ന് ഞങ്ങളുടെ നേഴ്സസിന് വേണ്ടി കാഴ്ചവെച്ച ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇപ്പോഴും എനിക്ക് ആ പോകുന്ന വഴിയും
എന്താ ലൈറ്റ്സിൻ്റെയും ആ ഫുഡിൻ്റെ ടേസ്റ്റും ഫ്ലേവേഴ്സും എൻ്റെ ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അപ്പോൾ അത്രയ്ക്കും എനിക്ക് ആ ഒരു നൈറ്റ്സ് ഭയങ്കര